ഹായ് ഫ്രണ്ട്സ്, ഇത് ഹൂപ്പാട്ടിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ലീഫ് സ്റ്റിച്ചാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇലകൾക്കാണ് നമ്മൾ ലീഫ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ഇലകൾക്ക് മറ്റ് സ്റ്റിച്ചസും ഉപയോഗിക്കാം, എന്നാലും ഏറ്റവും ഭംഗിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ലീഫ് സ്റ്റിച്ച്. അപ്പോൾ ഇത് സ്റ്റിച്ച് ബോർഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഈ ലൈനിന് മുകളിലായിട്ട് ഞാനിവിടെ 2 ഇതൾ വരച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ ഇതളിനുള്ളിലായിട്ടാണ് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഇതളിന് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. 6-7 നൂലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സൂചി ഇലയുടെ മുകളിലെ ഭാഗത്തേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ സെൻറ്റർ ലൈനിൽ കുത്തിയിട്ട് മുകളിലെ ഒരു വശത്തേക്ക് കുത്തിയെടുക്കുക. വീണ്ടും നമ്മൾ സെൻറ്റർ പോയിൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കുത്തിയിട്ട് മുകളിലെ ഒരു വശത്തേക്ക് കുത്തിയെടുക്കുക. ഈ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ താഴേക്ക് ചെയ്തു പോവേണ്ടത്. സെൻറ്റർ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതളിൻ്റെ സെൻറ്ററിലായിട്ട് ലൈൻ വരച്ച് കൊടുത്തത്. ഇപ്പം നമ്മൾ ഒരിതൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൂചി അടിയിലേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ മറ്റേ ഇതളും കൂടി ചെയ്തെടുക്കാം. മറ്റേ ഇതൾ ഞാനൊരു ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ പല ഷെയ്ഡും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. എൻ്റെ മെഷീനൊരു പണി കിട്ടി. ഇന്ന് മോന് രാവിലെ പെട്ടെന്ന് വന്നിരുന്നതായിരുന്നു. അപ്പോൾ ടേബിൾ ആകെ പൊളിഞ്ഞു പോയി. മെഷീന് തല ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ അടിക്കുന്നത്. പെട്ടെന്നൊരു മെഷീൻ എന്തായാലും ഇപ്പം വാങ്ങിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതുകൊണ്ട് ഒപ്പിക്കുകയാണ്. ഇതെൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന തയ്യൽ മെഷീനാണ്. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതായിരുന്നു. അന്ന് 5000 രൂപയായിരുന്നു മെഷീൻ വാങ്ങിക്കുമ്പോൾ. ഇപ്പോൾ എന്തായാലും ഒരു 25ൻ്റെ മേലെങ്കിലും കൊടുക്കേണ്ടി വരും. എന്തായാലും നമുക്കിനി മോട്ടിഫിൻ്റെ 4 അറ്റം മടക്കി തയ്ച്ച് കൊടുക്കാം. ഹെമ്മിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. അത് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കണേ. മോട്ടിഫിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓരോ ഇതളിൻ്റെയും സെൻറ്ററിലായിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 6-7 നൂലാണ് ലീഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കേണ്ടതെന്ന്. ഞാനിവിടെ 2 ഷെയ്ഡായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് 2-3 ഇഴ വീതം എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച ശേഷമാണ് 6 സൂചിയിൽ കോർത്തെടുത്തത്. നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്ലോത്ത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മളിപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ പഠിച്ച പോലെ തന്നെ ഈ ഒരു ഡിസൈനിലേക്ക് നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരിതൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സൂചി അടിയിലേക്ക് കുത്തിയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇനി ബാക്കി ഇതളും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ തണ്ടിനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തത്. നിങ്ങൾ മുൻപ് പഠിച്ച ചെയിൻ സ്റ്റിച്ചോ ബാക്ക് സ്റ്റിച്ചോ യൂസ് ചെയ്താൽ മതി. ഇനി ഫ്രെയിമിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് ഊരിയെടുക്കാം. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിലേക്ക് വരച്ചെടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ വരച്ചിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു.